One eternity later. ഹലോ എവറി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ 4 വർഷത്തിന്റെ ഒരു ഇടവേള കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ പൊടിതട്ടി എടുക്കുകയാണ്. സോ ഇതിന്റെ ഒരു ഇൻസ്പിറേഷൻ പറഞ്ഞാൽ ദേവൂട്ടിയാണ്. ഇതിൽ ദേവൂട്ടി ആരാന്നുള്ള കാര്യം നമുക്ക് മുന്നോട്ട് ഉള്ള വീഡിയോസ് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അങ്ങനെ ഇരിക്കും ഒരു ദിവസം ഞാൻ ആക്ച്വലി ദേവൂട്ടിനെ കണ്ടു. ദേവൂട്ടി എൻ്റെ പഴയ ഈ യൂട്യൂബിലെ വീഡിയോസ് ഒക്കെ ആള് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ആള് നല്ല എൻജോയ് ചെയ്യായിരുന്നു വീഡിയോസ് ഒക്കെ. അപ്പോൾ ഞാനിരുന്നൊന്ന് കണ്ടു. സംഭവ സമയത്ത് കണ്ടപ്പോൾ എനിക്ക് കുറച്ച് ക്രിഞ്ചായിട്ടൊക്കെ തോന്നി. ആൻഡ് അത് കഴിഞ്ഞ് ഞാൻ ഒന്നും കൂടി എൻ്റെ വീഡിയോസ് ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നൊന്ന് കണ്ടു. അപ്പൊ എനിക്ക് മനസ്സിലായി ചില കാര്യങ്ങൾ ഞാനത് മിസ് ചെയ്തിട്ടുണ്ട്, ചില കാര്യങ്ങൾ ഞാൻ ആഡ് ചെയ്തിട്ടില്ല, പിന്നെ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല ആ സമയത്ത്. സോ കാര്യം ആ സമയത്ത് ഒരുപാട് കാര്യങ്ങൾ അറിയില്ലായിരുന്നു. സോ അതുകൊണ്ട് പറ്റിയിട്ടില്ല. ദെൻ ഐ തോട്ട് ലൈക്ക് ഓക്കെ ഫൈൻ. സോ ഇപ്പൊ സമയമുണ്ട്. ഇപ്പൊ എനിക്ക് ആക്ച്വലി ഇതൊക്കെ ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു സമയം കൂടിയാണ്. സോ ദാറ്റ്സ് വൈ ഐ ആം കൈൻഡ് ഓഫ് റീസ്റ്റാർട്ടിങ് മൈ ചാനൽ. അപ്പോൾ എന്നെ ഈ 4 വർഷമായിട്ട് കാണാണ്ടായില്ലേ, അതിന്റെ കാരണം നിങ്ങൾക്ക് അറിയണ്ടേ? വാ, ഞാൻ കാണിച്ചു തരാം. അപ്പോ ഇപ്പൊ നിങ്ങൾ കണ്ട കുറച്ച് വീഡിയോസ് ഉണ്ടല്ലോ, ഇതാണ് ആക്ച്വലി എന്റെ ലൈഫിൽ കഴിഞ്ഞ 4 വർഷമായിട്ട് നടന്ന കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഇതിൽ വർക്ക് റിലേറ്റഡ് കാര്യങ്ങളുണ്ട്, ദെൻ ട്രാവൽ ഉണ്ട്, അഡ്വഞ്ചർ ഉണ്ട്, ആൻഡ് റൊമാൻസ് ഉണ്ട്. അപ്പോൾ റൊമാൻസിന്റെ കാര്യം ഞാൻ പറയുകയാണെങ്കിൽ റൊമാൻസ് അവസാനം കറങ്ങി തിരിഞ്ഞ് കല്യാണം വരെ എത്തി. സോ കല്യാണം കഴിഞ്ഞു. അപ്പൊ ഞാൻ പാർട്ട്ണർ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. സോ ഗുണ്ടു ഓടുക. അപ്പോ ഇതാണ് ഗുണ്ടു. ശരിക്കും പേര് ഗായത്രി, പക്ഷെ ഞാൻ വിളിക്കുന്നത് ഗുണ്ടു എന്നാണ്. അപ്പൊ നമുക്ക് ഇയാളെ ഇനി ഒന്ന് പരിചയപ്പെടാം. ഓക്കെ, സോ നമുക്ക് ഇനി ഗുണ്ടുവിനെ കൂടുതലായിട്ട് പരിചയപ്പെടാം. അപ്പോൾ ഞാൻ വിചാരിക്കുന്ന ഒരു Q&A ത്രൂ നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഫൈൻ. ഗുണ്ടുവിന്റെ ശരിക്കുള്ള പേരെന്താ? ഓക്കെ, ഗുണ്ടുവിന്റെ നാട് എവിടെയാണ്? അപ്പൊ കണ്ണൂർ എന്ന് പറയുമ്പോൾ ആളുകൾ ആക്ച്വലി പറയുന്ന കുറെ ടേംസ് എനിക്ക് ഇനീഷ്യലി മനസ്സിലാവില്ലായിരുന്നു. എന്നിട്ട് ഇപ്പോ ഞാൻ ആക്ച്വലി മനസ്സിലാക്കിയപ്പോ അത് തന്നെയാണ് കൂടുതലും ഇപ്പോൾ ആക്ച്വലി ഞാൻ യൂസ് ചെയ്യുന്നത്, കണ്ണൂർ സ്ലാങ്സ്. അപ്പോൾ ഇപ്പൊ പറയുകയാണെങ്കിൽ പത്തനംതിട്ട, പാലക്കാട്, തൃശ്ശൂർ, കണ്ണൂർ എല്ലാം കൂടി കൂട്ടിക്കൊഴിഞ്ഞ് മലയാളം ആകെ ഒരു എന്താ പറയാ സീനായിട്ടുണ്ട് ഇപ്പൊ. സോ അടുത്ത ക്വസ്റ്റ്യൻ പറയുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ ഹോബീസ് എന്താണ് പറയും? ആള് പണ്ടത്തെ കലാത്തിലൊക്കെ കേട്ടോ, ചെറുതായിരിക്കും. പിന്നെ വേറെന്താ, ഫുഡ് എന്തൊക്കെ ഇഷ്ടം? കണ്ടോ, എന്നെ പോലെ തന്നെ ഞങ്ങളെ കണ്ടെത്തന്നെ മനസ്സിലാവുന്നുണ്ടാവുമല്ലോ അല്ലെ? ഓക്കെ, സോ നമുക്ക് ഗുണ്ടിനെ കുറിച്ച് കൂടുതൽ ഇനിയും മുന്നോട്ട് വരുന്ന വീഡിയോസിൽ നമുക്ക് നോക്കാം, എക്സ്പ്ലോർ ചെയ്യാം, നമുക്ക് കൂടുതൽ അറിയാം. റൈറ്റ്, സോ ലെറ്റ്സ് സീ. ഓക്കെ ഫൈൻ. സോ അപ്പൊ അത്രയുള്ള കാര്യങ്ങൾ. ഇനിയിപ്പോ നമ്മൾ ഇതുവരെ വീഡിയോസിന്റെ ഒരു ജോണർ സെറ്റ് ചെയ്തിട്ടില്ല അല്ലെ, നമ്മൾ ലൈക്ക് എക്സ്പ്ലോർ ചെയ്യാന്ന് വെച്ചിട്ടാണ്. ഇപ്പോ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. ആൻഡ് വിൽ ട്രൈ ടു പ്രസന്റ് ഇറ്റ് ടു യു ഗൈസ്. എന്നിട്ട് നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് അനുസരിച്ച് വിൽ ക്യാരി ഫോർവേഡ് അല്ലേ. ഇപ്പോ ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ എനിക്ക് ടെക് റിലേറ്റഡ് ഇഷ്ടമാണ്, ഇയാൾക്ക് ഡാൻസ് ഇഷ്ടമാണ്, പിന്നെ കോമൺ ആയിട്ടുള്ള ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഫുഡിന്റെ കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ പുതിയ പുതിയ ഫുഡ് കുസീൻസ് ഒക്കെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. സോ ഞങ്ങളിപ്പോൾ ചെന്നൈയിലാണ്. സോ ഇവിടെ നമുക്ക് നോക്കാമല്ലേ എന്തെങ്കിലുമൊക്കെ കുസീൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. പിന്നെ പുറകിൽ ഇപ്പൊ സൈക്കിൾ എന്താ പേര്, ഫെങ്കൽ, ആ സംഭവം ഉണ്ട്, അതിപ്പോ വരും. സോ അതിന് മുമ്പ് ഞങ്ങൾ പെട്ടെന്ന് പോവാൻ നോക്കട്ടെ. സോ ടിൽ നെക്സ്റ്റ് ടൈം, സീ യു ഗൈസ്. ബൈ 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 ബൈ.